Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Vagabi. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Pane nostrum quotidianum da nobis ode, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et nos inducas in tentatione, sed libera nos a malo. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Gloria Patri et Filio et Spiritui Sancti. Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen. ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചുള്ള ചില സംശയങ്ങൾ നമ്മളിന്ന് ഇവിടെ അതിന് ഉത്തരം കണ്ടെത്താൻ പോവുകയാണ്. പ്രധാനമായിട്ടും വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം ചെയ്യാൻ പോകുന്നവർക്കും പ്രായമായിട്ടുള്ളവർക്ക് പോലും ഉപകാരപ്പെടുന്നൊരു സെഷനായിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി എത്തിയിട്ടുണ്ട്. ചേട്ടാ ഒന്ന് പരിചയപ്പെടുത്താമോ? ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് പ്രജിത്ത് അഗസ്റ്റിനോ എന്ന് വിളിക്കും. പാലക്കാടാണ് എൻ്റെ സ്വദേശം. ഞാൻ വിവാഹം കഴിച്ച് ഭാര്യ, 2 മക്കളുണ്ട്. 2 കുഞ്ഞുമക്കളാണ്. അതിൽ ആദ്യത്തെ കുഞ്ഞിന് 2.5 വയസ്സ് തികയുന്നു. രണ്ടാമത്തെ കുഞ്ഞിന് കഴിഞ്ഞ മാസമാണ് 1 വയസ്സ് തികഞ്ഞത്. പിന്നെ നമ്മളെ വീട്ടിൽ അമ്മച്ചിയുണ്ട്. അങ്ങനെ അപ്പോൾ മൂന്നാമത്തെ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ? എന്താ ഈ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. സാറിന് എന്താണ് ഉദ്ദേശിച്ചത് ട്രൈ ചെയ്യാന്നുകൊണ്ട്? ഈ ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുറഞ്ഞതൊരു 3-4 വർഷം കഴിഞ്ഞിട്ടാണല്ലോ അടുത്ത കുഞ്ഞുണ്ടാവുക. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും അടുത്ത കുഞ്ഞിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ട്രൈ ചെയ്യുന്നില്ലേ എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോൾ അതിനെക്കുറിച്ചൊരു മറുപടി പറയണമെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഹിന്ദു ഫാമിലിയിൽ നിന്ന് വന്ന് വിശ്വാസം സ്വീകരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു പുതിയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അങ്ങനെ ഒരു 10 ചോദ്യം ചോദിക്കുമ്പോൾ അതിലൊരു 5 എണ്ണത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അവർ ചോദിക്കും, ഇങ്ങനെ ഒന്നും അറിയാതെയാണോ നീ അതിൽ പോയിട്ട് പെട്ടിരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ തമ്പുരാൻ നമുക്കൊരു വലിയൊരു ബോധ്യം തന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു കൃപ ദൈവം തന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ സഞ്ചരിച്ചപ്പോൾ ഈശോ ജീവൻ്റെ മേഖലയെക്കുറിച്ച് ഈശോ കുറച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു. അതാണ് ഇന്ന് സാറിനായി പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ തയ്യാറായത് തന്നെ. ഇപ്പോൾ ജീവൻ്റെ മേഖലയിൽ എന്താണ് പറയുന്നത്? അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എല്ലാം സൃഷ്ടിച്ചു. മനുഷ്യന് വേണ്ടി എല്ലാ സിസ്റ്റവും ദൈവം ഒരു വലിയൊരു സിസ്റ്റം തന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തു. ഈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് ദൈവത്തിൻ്റെ ആദ്യത്തെ ഒരു അനുഗ്രഹം പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമി മുഴുവൻ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇതാണ് ആദ്യത്തെ അനുഗ്രഹം. അപ്പോൾ നമ്മളോട് പറയുന്നൊരു കാര്യം, തമ്പുരാൻ ആദ്യം പറയുന്ന കാര്യം എന്താണ്? ഒരു മനുഷ്യനോട് ആദ്യം സംസാരിക്കുന്നത് എന്താണ്? ഒരനുഗ്രഹത്തിൻ്റെ രൂപത്തിലാണ്. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്നുള്ളത്. അതൊരു ഡബിൾ സൈഡും കൂടെ, ഒരു 2 ഭാഗവും കൂടെയുണ്ട് ഒരു വചനത്തിന്. നമ്മൾ പറഞ്ഞ വചനത്തിൻ്റെ അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകിയിട്ടില്ലെങ്കിൽ, പുഷ്ടിയില്ലെങ്കിൽ പിന്നെ ശുഷ്കിക്കുകയാണ് ചെയ്യുക. അങ്ങനെ നിറഞ്ഞ് ഭൂമിയെ കീഴടക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സന്താന പുഷ്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ ഭൂമിയെ കീഴടക്കാനാവും? ഭൂമി കീഴടക്കില്ലേ? ഭൂമി നമ്മളെ കീഴടക്കില്ലേ? ഇപ്പോൾ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനിക്ക് എവിടെയെങ്കിലും നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് അവന് വിജയിക്കാനാവുന്നുണ്ടോ? ഇനിയിപ്പോൾ പണ്ട് പൊളിറ്റിക്സിലൊക്കെ വലിയ ആൾക്കാരായിരുന്നു. ഇന്ന് പൊളിറ്റിക്സിൽ ക്രിസ്ത്യാനി ഏറ്റവും വലിയൊരു പരിഹാസ കഥാപാത്രമല്ലേ? ഇനിയിപ്പോൾ വേറെ ഏത് മേഖലയാണ്, പണ്ടത്തെ കളക്ടർമാരായിക്കോട്ടെ, മറ്റുള്ള സകല ഹൈ പൊസിഷനിലുള്ള ആയിക്കോട്ടെ,
എല്ലാവരും വിശ്വാസത്തിൻ്റെ ബേസിലാണ് അവിടെ എത്തിയത്. കുടുംബത്തിൻ്റെ വിശ്വാസം, അവരവരുടെ വിശ്വാസം, അവനവൻ്റെ അധ്വാനം, അവരുടെ വിശ്വാസം കണ്ട ദൈവമാണ് അവർ ആ പൊസിഷനിലേക്ക് എത്തിച്ചത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവരുടെ കുടുംബത്തിലൊക്കെ 8, 10, 12 മക്കളുള്ള ഇതാണ്, അല്ലാതെ 1, 2 ഉള്ള ഇതല്ല. ഇന്നത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നിന്നല്ല എവിടെ നോക്കുകയാണെങ്കിലും ക്രിസ്ത്യാനികൾ ശുഷ്കിച്ച് വരുന്നതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ പെറ്റ് പെരുകുന്നില്ല, അതുകൊണ്ട് ഭൂമി നമ്മളെ. അതെ. അപ്പോൾ നമുക്ക് വചനത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ലോകത്ത് എവിടെയും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, നമുക്കിപ്പോൾ നമ്മൾ ജീവിക്കുന്ന സ്ഥലം കേരളമാണല്ലോ മിക്കവാറും ആളുകളുള്ളത്, എല്ലാവിടെയും നമ്മൾ ക്രിസ്ത്യാനികൾ കീഴോട്ട് വരുന്നതിൻ്റെ അല്ലെങ്കിൽ എല്ലാ മേഖലയിലും പരാജയമാകുന്നതിൻ്റെ കാരണം നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ അനുഗ്രഹത്തെ തന്നെ നമ്മൾ ചവിട്ടി മെതിക്കുന്നതിൻ്റെ റൂട്ട് കോസ് അതാണ്. നമ്മൾ ഈ ചവിട്ടി മെതിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിൽ വരുന്നത്. കാരണം ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്, നമുക്കെല്ലാം തരാൻ ദൈവത്തിന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞേ ഉള്ളൂ എങ്കിൽ നമുക്ക് ആ ഒരു കുഞ്ഞിനുള്ള കാര്യമല്ലേ ദൈവത്തിന് തരണ്ടോ. പണ്ട് വട്ടായലച്ചൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ധ്യാനത്തിന് പോയപ്പോൾ അച്ഛൻ പറഞ്ഞത് ഒരു ചേച്ചിയും ഒരു മുഹമ്മദ് കായും തമ്മിലുള്ള ഒരു കഥയാണ്. ചേച്ചിക്ക് 2 മക്കളാണ്. ചേച്ചി കപ്പയിട്ടു, ചേച്ചി നന്നായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ചേച്ചിക്ക് ആകെ വന്ന് 4 കഷ്ണം കപ്പയാണ് അതിൻ്റെ ഇതാണ് വന്നത്. മുഹമ്മദ് കായ്ക്ക് 8 മക്കളാണ്. മുഹമ്മദ് കായ ഇട്ടപ്പോൾ ഒരു കൊല മുഴുവൻ 20-25 വരുന്നത്. അപ്പം ദൈവം ഒന്നും ഒരിക്കലും മറ്റേ ഈ ജാതി മതവും വെച്ചിട്ടല്ല നോക്കുന്നത്. ആര് പാലിക്കുന്നോ അതിന്റെ ബ്ലെസ്സിങ് അവർക്ക് ലഭിക്കും. കാരണം ദൈവത്തിന്റെ ഏറ്റവും വലിയ ഫസ്റ്റത്തെ അനുഗ്രഹമാണിത്. ഇത് ഫോളോ ചെയ്യുന്ന ആളുകൾക്കെല്ലാം അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങളും കൃപകളും ലഭിക്കുക തന്നെ ചെയ്യും. ഇനി ഫോളോ ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മളെ കീഴടക്കും. നമ്മുടെ സമൂഹം നമ്മളെ കീഴടക്കും. നമ്മുടെ ഗവൺമെന്റ് നമ്മൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരും. നമ്മുടെ സൺഡേസ് പോലും അവർ വേണമെങ്കിൽ വർക്കിംഗ് ഡേ ആക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ഫ്രൈഡേ വർക്ക് ചെയ്യണം എന്ന് പറയും. ഓരോ സംഭവം നമുക്ക് ഏതൊക്കെ നമുക്ക് നേരത്തെ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നോ ആ ആനുകൂല്യങ്ങളും നമുക്കുണ്ടായ സകലതും നമ്മളിപ്പോ ഈ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ഈജിപ്തില് ഫറവോ ഇസ്രായേൽ ജനത ഭയപ്പെട്ടിരുന്നു. കാരണം അവരുടെ എണ്ണം വളരെ വർദ്ധിക്കുന്നു. അപ്പൊ ഫറവ പോലും ഭയപ്പെട്ടു. പിന്നെ നമ്മുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് നമ്മളെ ഭയക്കാത്തതിന് കാരണം നമ്മളൊന്നുമില്ല. കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും പറയുകയാണെങ്കിൽ ഒരു 20% ക്രിസ്ത്യൻസ് നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു വിലയില്ലാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലായി യുവന്മാർക്ക് ഒരു ഉയർച്ചയില്ല. അപ്പോൾ അവർക്ക് ധൈര്യമായി. അതെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ ഒരു ക്രിസ്ത്യൻ ലൈഫിൽ ഈ ട്രൈ ചെയ്യുക എന്ന വാക്ക് തന്നെ അവിടെ അപ്രസക്തമാണ് എന്നാണ്. ഇല്ലല്ലോ, അങ്ങനത്തെ ഒരു സംഭവമില്ല. കാരണം ഓരോ പ്രാവശ്യവും ഇപ്പോൾ ഒരു ഡീക്കൺ നിക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരിക്കൽ ഫേസ്ബുക്കിൽ കുറിച്ചൊരു കാര്യമാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയുമായി സ്നേഹബന്ധം പുലർത്തുമ്പോൾ നമ്മളൊരു കുഞ്ഞിനെ പ്രതീക്ഷിച്ചായിരിക്കണം ചെയ്യേണ്ടത്. അത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ നമ്മൾ പങ്കാളിയായിരിക്കണം. പ്ലഷർ ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മൾ അൾട്ടിമേറ്റ്ലി പോകുന്നത് പ്ലഷറിലേക്കാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി ഉണ്ടായി കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത കുട്ടി ഉണ്ടാകുന്നെങ്കിൽ ഈ 5 വർഷവും പ്ലഷറിന് വേണ്ടി മാത്രമാണ് അവർ ബന്ധപ്പെടുന്നത്. ഒരിക്കലും പ്ലഷറിന് വേണ്ടി മാത്രം എന്നല്ല, അതൊരു മാരകഭാവം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനിപ്പോൾ ഏത് രീതിയിലായിക്കോട്ടെ, ഞാൻ ഒരു പ്രശസ്തനായ കേരളത്തിലെ തന്നെ ഒരു ഡോക്ടറോട് സംസാരിച്ചു. അദ്ദേഹം കത്തോലിക്കനാണ്. വചനപ്രഘോഷണത്തിനായി കേരളം എങ്ങും നടക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ ഇതിൽ നാച്ചുറൽ ഫാമിലി പ്ലാനിങ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുറച്ചു കാലം ഭാര്യയും ഭർത്താവും അകന്ന് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹബന്ധത്തിൽ ഏർപ്പെടാതെ നിൽക്കുക എന്നുള്ള രീതിയിൽ അവർ ജീവിച്ചു കഴിഞ്ഞ് 1-2 വർഷം കഴിയുമ്പോൾ അവർ വീണ്ടും ട്രൈ ചെയ്യുന്ന, ഈ പറഞ്ഞ പോലെ ട്രൈ ചെയ്യുന്ന ഇതിലേക്ക് വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിലൂടെ അവർക്ക് 2-3 വർഷം 4 വർഷത്തെ ഗ്യാപ്പിലാണ് അവർക്ക് മക്കളുണ്ടാവുന്നത്. അതിൽ മറ്റേ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ പാപം ചെയ്യുന്നില്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, ദൈവം ഒരു കുഞ്ഞ് ജനിച്ച് അടുത്ത വർഷം തന്നെ അടുത്ത കുഞ്ഞിനെ തരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതാണ് ദൈവത്തിൻ്റെ ടൈം, അതാണ് ബെസ്റ്റ് ടൈം. ഈ കുഞ്ഞ് അത് പറഞ്ഞാൽ ദൈവം ഒരു കംപ്ലീറ്റ് പാക്കേജുമായിട്ടാണ് ആ കുഞ്ഞിനെ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നത്. അത് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ആര് നോക്കണം, പ്രസവ സമയത്ത് ആരാണ് ഇതിനെ പരിപാലിക്കുക, ഏത് ഡോക്ടറാണ് നോക്കുക,
ഏതൊരു രീതിയിലാണ് ഇതിനെ ബ്ലെസ് ചെയ്യേണ്ടത്. ഈവൻ ആ കുഞ്ഞ് വലുതായി സ്കൂളിൽ പോകുമ്പോൾ ഏത് ഫ്രണ്ട്സാണ് ആ കുഞ്ഞ് ഉണ്ടാവേണ്ടത് പോലും. എക്സാക്ട്ലി ഏത് സബ്ജക്റ്റായി കുഞ്ഞ് പഠിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പാക്കേജിൽ ഒരു പാക്കേജ് ദൈവം തരികയാണ്. അത് ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും, ചിലപ്പോൾ ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് ഒരു 15 വർഷം കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് തരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ആ കുഞ്ഞിന് ആ അനുഗ്രഹത്തോടു കൂടെ വരും, കറക്റ്റായിട്ട് വരും. നിത്യജീവനിലേക്കുള്ള പാത എളുപ്പമുള്ളതായിരിക്കും. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തലവേദന കുറച്ച് കമ്മിയാക്കി കിട്ടുക. നമ്മൾ മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ മുറുക്കി പിടിച്ച് വലിച്ച് നമ്മുടെ കുഞ്ഞിന് എഞ്ചിനീയറിങ്ങിനും പോകണോ ഡോക്ടറിനും പോകണോ അങ്ങനെയുള്ള എല്ലാം ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം കുറച്ച് കഴിഞ്ഞ് പോകുന്ന കോഴ്സിൻ്റെ ജോലിയും കിട്ടില്ല, വിദേശത്തേക്ക് വല്ലവിടെയും പറഞ്ഞുകൂടെ അവിടെ കൂതാശ ഉണ്ടാവില്ല, വിശ്വാസം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പൊ അതിന് വരാം. അപ്പൊ ദൈവം തരുന്ന പാക്കേജ് അതൊരു കംപ്ലീറ്റ് നേരത്തെ ഉൽപ്പത്തി. ഇപ്പൊ ഞാൻ പറയാണ് ദൈവം ഇപ്പൊ 2026 കുഞ്ഞിനെ തരികയാണ്. ഇപ്പൊ ഞാൻ പറയാണ് ഇപ്പം വേണ്ട എന്ന് പറഞ്ഞ് 2030 ഞാൻ ഈ ട്രൈ ചെയ്യുന്നത്. അപ്പൊ ദൈവത്തിന്റെ പ്ലാന് തന്നെ അവിടെ നമ്മൾ തകിടം മറിക്കുകയാണ്. 2026 ജനിക്കേണ്ട ഒരു കുഞ്ഞാവണമെന്നില്ലല്ലോ 2030 ജനിക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും. അപ്പോൾ എനിക്ക് ആ 4 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഈ കുഞ്ഞു കുടുംബത്തിലോട്ട് വരുന്നത് വഴി ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ ചേട്ടൻ പറഞ്ഞ പോലെ പാക്കേജ് ആയിട്ടാണ് വരുന്നത്. ചിലപ്പോൾ രണ്ടാമത്തെ കുഞ്ഞ് വരുമ്പോഴായിരിക്കും ഞാനൊരു കാറ് വേണം, ഇനി എങ്ങനെ ഈ 3 പിള്ളേരും കൊണ്ട് പോകുമെന്ന് പറയുമ്പോൾ ദൈവം തരാൻ പോകുന്നത്. അപ്പം ഞാനിത് അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മൊത്തം ബ്ലെസ്സിങ് അടക്കമാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞത് ഈ ഭൂമി നമ്മളെ കീഴടക്കും എന്നുള്ളത്. നമുക്ക് മാത്രമല്ല ബ്ലെസ്സിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, സമൂഹത്തിന് കിട്ടേണ്ട ഒരു ബ്ലെസ്സിങ്. കാരണം ഈ കുട്ടിയായിട്ട് റിലേറ്റഡ് ആയിട്ട് കാരണം ഇപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് എൻ്റെ അമ്മയുടെ പെറ്റാണ്. ഈശോയുടെ കൃപയാൽ പറയാണ്, എൻ്റെ അമ്മയുടെ സന്തോഷമാണ് അവൻ. ഇപ്പം ഞങ്ങൾക്ക് ആർക്കും എന്തും ഒന്നുമില്ല, അവനെക്കുറിച്ചിട്ട് ഒരു ഇതും ഇല്ലേലും അമ്മ അവനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവൻ്റെ പിന്നാലെ ഉണ്ട്. ഇപ്പോൾ മൂത്ത കുഞ്ഞ് അവനെ എന്തെങ്കിലും ഒന്ന് മുറുക്കെ പിടിക്കാനോ ഒറ്റയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പിന്നാലെ വന്ന് മോനെ യോസൂട്ടി ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് പറയും. അപ്പോൾ എൻ്റെ അമ്മയുടെ ഹൃദയത്തിൽ എൻ്റെ അമ്മ എതിർത്തതാണ്, അവൻ്റെ പെട്ടെന്നുള്ള ഗർഭധാരണത്തെ എൻ്റെ അമ്മ എതിർത്തതാണ്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അമ്മയെ കൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് തന്നെ ഏറ്റവും ആശ്വാസമാക്കി മാറ്റിയതാണ് ഈശോ അവിടെ എന്നെ മാറ്റിയത്. അപ്പോൾ ഈ കുഞ്ഞിലൂടെ വരേണ്ട ഒരുപാട് അനുഗ്രഹങ്ങൾ, ഇപ്പോൾ നമ്മളിപ്പോൾ കാർ എടുക്കുന്നതും വീടെടുക്കുന്നതും ഒക്കെ വിടുക. ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയാം. ഞങ്ങൾ ഈ കുഞ്ഞിൻ്റെ ഗർഭധാരണത്തിൻ്റെ സമയത്ത് അവൻ്റെ ഡെലിവറിയുടെ സമയമാകുമ്പോൾ ഞാനും എൻ്റെ വൈഫ് ഹൗസിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് ഇതിന് പ്രകാരമാണ് ഹോസ്പിറ്റലിൽ തന്നെ മാതാവിൻ്റെ നാമത്തിലുള്ള ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടുകാർ, എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ചോദിച്ചു, നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണോ ഉള്ളത്, എൻ്റെ അടുത്ത് ഹോസ്പിറ്റൽ ഇല്ലാത്തത് കൊണ്ടാണോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവിടെ ഇങ്ങനെ ഒരു വളരെ നാച്ചുറലായിട്ട് അവർ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പിറ്റേ ദിവസം തന്നെ ഡെലിവറി കഴിഞ്ഞാൽ വിടും, നല്ല ഡോക്ടറാണ് എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അവരെന്നെ ഒരുപാട് ഇതിൻ്റെ ഇടയിൽ വല്ല ട്രാഫിക് ബ്ലോക്ക് വന്നാൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ അവൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് പെയിനോ എന്തെങ്കിലും വരികയാണ് എന്ത് ചെയ്യും, അവിടെ നിങ്ങൾ വൈഫിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വാഹനങ്ങൾ വല്ലതും ഉണ്ടോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, എൻ്റെ മൂത്ത കുഞ്ഞിന് അവനെ ഞങ്ങൾ ഒരു 15 ദിവസം കഴിഞ്ഞ് ആണ് ഡെലിവറി ഡേറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു ധ്യാനത്തിന് പോയി, മക്കിയാട് ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ ആദ്യത്തെ ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് ആ രാത്രി തന്നെ എൻ്റെ വൈഫിന് പെയിൻ വന്ന് ഞങ്ങൾ മാനന്തവാടി ഹോസ്പിറ്റലിൽ സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് ഡെലിവറി ഉണ്ടായത്. അപ്പം ഞങ്ങൾക്ക് അറിയുക പോലും ആയിരുന്നില്ല അത് എവിടെ. ഇതിപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വൈഫ് ഹൗസിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് പോലും അറിഞ്ഞില്ല ഈശോ ആഗ്രഹിച്ചത് അവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു തീരുമാനം ഈശോ എടുത്ത സ്ഥിതിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെക്കുറിച്ച് യാതൊരു ടെൻഷനും ഇല്ല എന്നുള്ളത് പറഞ്ഞു. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെലിവറിക്ക് ഒരു 4 ദിവസം മുമ്പ് ഞാൻ ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഏകദേശം 1.5-1.25 മണിക്കൂറോളം എടുത്തു തിരിച്ചു വരാൻ, ബ്ലോക്കും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഇത് പോയിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എനിക്ക് തന്നൊരു ബോധ്യം എങ്ങനെയാണ്, ഒരു പ്രാർത്ഥന നമ്മൾ ഈശോയുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കരുത്, അത് ഈശോയുടെ കൈകളിലാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഭർത്താവ് ഭാര്യയുടെ അടുത്ത് 2-3 മക്കളെയും വിട്ടിട്ട് ജോലിക്ക് പോകുമ്പോൾ ഓരോ 5 മിനിറ്റ് മുമ്പും വിളിച്ചു ചോദിക്കുമോ മക്കൾക്ക് ഓക്കെ ആണോ, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിക്കുക? ഒരിക്കലും ചോദിക്കില്ല. കാരണം ഭർത്താവിന് ഭാര്യയെ വിശ്വാസമാണ്. അതേപോലെയാണ് നമ്മൾ നമ്മുടെ പ്രാർത്ഥന ദൈവത്തോട് നമ്മുടെ ഒരു കാര്യം നമ്മൾ അപേക്ഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ കൊടുത്തു കഴിഞ്ഞാൽ അത് ന്യായമായിട്ടുള്ളതാണെങ്കിൽ അത് ഉറപ്പായിട്ട് നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഈ
പ്രസവത്തിൻ്റെ ദിവസം രാവിലെ പുലർച്ചെ 4:30 വരെ വൈഫ് ഉറങ്ങി. 4:30ക്ക് പെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് 6:30ക്കാണ്, അതുവരെ പിടിച്ചു നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അവൾ പറഞ്ഞു ചേട്ടായി നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് അവളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് പറഞ്ഞല്ലോ ചേട്ടാ ഇത് റിയൽ പെയിൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് ആലോചിക്കണം, അതുവരെ ആ ഭാഗത്തൊന്നും ഒരു കാറും ഇല്ലാത്തൊരു സ്ഥലത്ത് 2 ആഴ്ച മുമ്പ് തൊട്ട വീട്ടിലെ ചേട്ടൻ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാമെന്ന് പറഞ്ഞു. 5 മണിയാകുമ്പോൾ കാറെത്തി. രാവിലെ പുലർച്ചെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നുകൊണ്ട് 45 മിനിറ്റ് കൊണ്ട് 50 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ ഒരു ട്രാഫിക്കും കൂടാതെ ഹോസ്പിറ്റലിലെത്തി. 6 മണിക്ക് ഡോക്ടർ വന്നു. 6:10 പ്രസവം കഴിഞ്ഞു. ഇതാരെങ്കിലും പറഞ്ഞ് വിശ്വസിക്കുമോ? പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലും എത്തി. അപ്പോൾ നമ്മൾ ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ, അത് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെ വിട്ടുകൊടുക്കുമ്പോഴുള്ള സംഭവങ്ങളാണ് ഇത് പറഞ്ഞത്. അതിനോടൊപ്പം പറയുന്നൊരു കാര്യം, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കറക്റ്റ് ടൈമിൽ ദൈവത്തിൻ്റെ സമയത്ത് സ്വീകരിക്കുമ്പോൾ നമുക്കറിയില്ല, ചിലപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾക്കും അവർ 2 പേരും വളർന്നവർ, ഒരാൾക്കൊരു കൂട്ട് എന്നുള്ള നിലക്കായിരിക്കും ദൈവം ചിലപ്പോൾ കൊടുക്കുന്നത്. പല രീതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കഷ്ടങ്ങളുണ്ടാവും. എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാവുന്നത്? നമ്മുടെ പ്യൂരിഫിക്കേഷനാണിത്. നമ്മളുടെ അടുത്ത് ആദ്യ പാപം ചെയ്ത് കഴിഞ്ഞ് ദൈവം കർത്താവ് സ്വർഗീയ പിതാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം എന്താണ്? പുരുഷനോട് എന്താ പറയുന്നത്? നെറ്റിയിലെ വേർപ്പ് ആയിട്ട് നീ ഭക്ഷിക്കും, നീ മറ്റേ കുടുംബത്തിന് വേണ്ട നീ കൊടുക്കും. സ്ത്രീയോട് പറഞ്ഞ വേദനയെ കുറിച്ചാണ്. അപ്പോൾ നെറ്റിയിലെ വീർപ്പ് എന്താണ്? നമ്മളുടെ പ്യൂരിഫിക്കേഷനാണ് നെറ്റിയിലെ വീർപ്പെന്ന് പറയുന്നത്. അത് പറഞ്ഞാൽ നമ്മളുടെ ഉറക്കമില്ലാത്ത നാളുകൾ, നമ്മൾക്ക് എന്താണ് ഇവരെ കൊണ്ട് എടുത്ത് നടക്കുന്നതിൻ്റെ വേദന, മറ്റുള്ളവരുടെ കളിയാക്കലുകൾ, ഒരുപാട് എത്ര നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസമില്ലേ? എന്ത് വിദ്യാഭ്യാസം? ഫാമിലി സ്റ്റാറ്റസ് നോക്കണ്ടേ നീ ഒന്നുമില്ലേലും? ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ദ്വന്ദ്വാർത്ഥത്തിൽ ആളുകൾ ചോദിക്കാറുണ്ട് പല കാര്യങ്ങളും. വേറെ പണിയൊന്നുമില്ലേ? അപ്പോൾ ഇത് മാത്രമല്ല, അങ്ങനെ നിരവധിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ റിലേറ്റഡ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ആത്മാവിന്റെ പ്യൂരിഫിക്കേഷന്റെ ഭാഗമാണ്. അതായത് ഈ നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് നമ്മൾ ഇതുവഴി നമ്മൾ ആദത്തിൽ നാം ചെയ്ത പാപങ്ങൾ. കാരണം ആദം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദത്തിൽ നമ്മളുണ്ടായിരുന്നു. നമ്മളെല്ലാം ഒരു ജസ്റ്റ് ചിന്തിച്ചാൽ ഒരു തെങ്ങ്, അതിൻ്റെ തേങ്ങ എങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കണം ഓരോ സമയത്ത്. അപ്പോൾ ഓരോ സമയത്ത് റിലീസ് ചെയ്യപ്പെടുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ ആദ്യ പിതാവിൽ നമ്മൾ റിവോൾട്ട് ചെയ്തത്, നമ്മൾ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്ത അതിൻ്റെ ഒരു പ്യൂരിഫിക്കേഷൻ ദൈവപിതാവ് നമ്മളോട് തന്നതാണ് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്നത്. ഇവിടെ AC-യിൽ ജീവിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് നെറ്റിയിലെ വേർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ജീവിക്കുക, നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യുക, എന്നിട്ട് സ്വർഗത്തിലേക്ക് പോവാ. ഞാൻ ആദ്യം സൃഷ്ടിച്ച സ്വർഗീയ പരദീസ. അപ്പം ചേട്ടൻ പറഞ്ഞു വരുന്നത്, ഇപ്പം നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമ്പോൾ, ഒരു 5-6 വർഷം ഗ്യാപ്പ് ഇട്ട് സ്വീകരിക്കുമ്പം ഈ 5 വർഷവും സത്യം പറഞ്ഞാൽ അവർ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുള്ള ലൈഫാണ് അവര്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ അടിക്കടി കുഞ്ഞുങ്ങളിൽ, അതായത് റിലാക്സ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ നോക്കേണ്ട ഒരു കുഞ്ഞിനെ നോക്കിയാൽ മതി. പള്ളിയിൽ പോകുമ്പോൾ ഒരു കുഞ്ഞിനെ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ എവിടെ പോകുമ്പോഴും ഒരു കുഞ്ഞിനെ മാത്രം നോക്കിയാൽ മതി, ഒരു കുഞ്ഞിന് വേണ്ട ഭക്ഷണം വാങ്ങിച്ചാൽ മതി, ചിലവെല്ലാം കുറവാണ്. പക്ഷേ ഈ അവർ വെച്ചിരിക്കുന്ന ഈ ഗ്യാപ്പിന് അവരെ പിന്നീട് വളരെ വലിയൊരു പരിഹാരം ചെയ്യേണ്ടി വരും എന്നുള്ളതല്ലേ. ഭാവിയിൽ കുഞ്ഞ് വളർന്ന് വലുതായി വരുമ്പോൾ ഈ കുഞ്ഞു വഴി തന്നെ ഉണ്ടാവുന്ന സഹനങ്ങൾക്ക് അവർ വേറെ പ്യൂരിഫിക്കേഷൻ ചെയ്യേണ്ടി വരുന്നില്ല. ഇതെങ്ങനെയാണ് അറിയോ? ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ പറയുകയാണ് ഞാൻ. 2 കുഞ്ഞുങ്ങളെ മാത്രം സ്വീകരിക്കുന്ന ഒരു കുടുംബം, ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തന്ന ഒരു പോയിന്റ് കൂടെ അങ്ങോട്ട് ചേർന്ന് പറയുകയാണ്. 2 കുഞ്ഞുങ്ങളെ മാത്രം അവരവരുടെ നമ്മുടെ അപ്പനും അമ്മയുടെയും ജീവിതം നമുക്കെടുക്കാം. അപ്പോൾ അവരൊരു ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും പലരും 60-70 വയസ്സൊക്കെ പ്രായത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഈ തലമുറയാണ് 1-2 മക്കളെ സ്വീകരിച്ചു തുടങ്ങിയത്. അപ്പോൾ അവിടെ തൊട്ടാണ് നമ്മുടെ വീഴ്ചയും തുടങ്ങിയിരിക്കുന്നത്. അത് പക്ഷെ നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് നമ്മുടെ പ്രശ്നം എന്നുള്ളതാണ്. പ്രശ്നം അവിടുന്ന് തുടങ്ങിക്കഴിഞ്ഞു. വിത്ത വിതച്ചത് അവിടെയാണ്. അപ്പോൾ അത് നടന്നു കഴിഞ്ഞു. അതിൽ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അതിനെല്ലാം ഈശോ പരിഹാരം ചെയ്തിട്ടുണ്ട്, തിരുരക്തം ചിന്തിയിട്ടുണ്ട്. അതിനോട് ചേർത്ത് വെച്ചതെല്ലാം നമുക്ക് തമ്പുരാൻ അതെല്ലാം നമ്മളോട് ക്ഷമിക്കും, നമ്മൾ പരിഹാരം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 2 പേരുടെ ഒരു ഫാമിലിയുടെ ഇത് പറയാം. അവർ 2 പേര് 2 മക്കളാണ് അവർക്ക്. നല്ല മക്കൾ, നന്നായിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾ, നല്ല സ്വഭാവമുള്ള മക്കൾ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അവരുടെ ജീവിതം നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷേ മൂത്ത കുഞ്ഞ് അവർ പറയുകയാണ്, ഈ പെൺകുഞ്ഞ് അല്ലെങ്കിൽ ആൺകുഞ്ഞ് ആരോ ആയിക്കോട്ടെ, അവരുടെ
അത് ഒരു യഥാർത്ഥ ഞാൻ പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. ആദ്യത്തെ കുഞ്ഞിന് 7 വയസ്സായി, രണ്ടാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, പക്ഷേ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇവർക്കൊരു മാറ്റമില്ല. ഈ പാരൻസ് നമ്മളോട് പറയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനമുള്ളൊരു കുടുംബമാണ്. എനിക്കാണേൽ അങ്ങോട്ട് ഇത് പറയാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈശോ എനിക്ക് കുറച്ച് കാലം മുമ്പാണ് ഇതിൻ്റെ ഒരു രഹസ്യം വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനൊരു കാര്യമുണ്ട്, നമ്മളൊരു പാപം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാപത്തിൻ്റെ മേഖലയിൽ നിന്നുള്ള കൃപ അടുത്ത തലമുറയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ മക്കളുടെ മേഖലയിലാണ് നമ്മൾ പാപം ചെയ്തത്. അപ്പോൾ ഈ മക്കളുടെ മേഖലയിലേക്ക് അത് പറഞ്ഞ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്ന മേഖലയിലേക്ക് ഒരു കൃപ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. അപ്പോൾ അതിനുള്ള പരിഹാരം നമ്മൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് ആ ബോധ്യം കിട്ടുള്ളൂ. ഇപ്പം അവർ നല്ല സ്വഭാവമാണ്, അവർ നിങ്ങളുമായിട്ട് നന്നായിട്ട് പെരുമാറുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. ഈ ഒരു മേഖലയിൽ ബോധ്യമില്ല. ഈ ഒരു മേഖലയിൽ കാരണം ആ മേഖലയിലാണ് ഇവർ തെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു 10, 60, 70 വയസ്സായിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷേ 35 വയസ്സിലെങ്ങാനും ഈ പരിപാടി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി നിർത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കാം. പിന്നീടുള്ള കാലങ്ങൾ അവർക്ക് ഈ പ്യൂരിഫിക്കേഷൻ നടക്കുന്നില്ല. അത് മാത്രമല്ല, ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക, ഇവരിൽ പലരും കോൺട്രാസെപ്ഷൻ ഗർഭനിരോധനം വെച്ച് ഇവരെല്ലാവരും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുമ്പസാരം എങ്ങനത്തെ വിഭാഗത്തിൽപ്പെടും? കള്ളക്കുമ്പസാരം അങ്ങനെ പറയേണ്ടി വരും. നമ്മൾ അവരെ വിഷമിപ്പിക്കുകയല്ല, നമ്മൾ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പാവം, ഞാൻ ഇന്ന പാപം ചെയ്തിട്ട് ഞാൻ പോയി കുമ്പസരിക്കുന്നു. ഇനിയല്ലേ കുറേ പേരുണ്ട് കുമ്പസരിക്കില്ല, അവർ പശുകുർബാന സ്വീകരിച്ചുകൊണ്ടിരിക്കും, അവർക്കിതൊരു വിഷയമല്ല. അപ്പൊ നമ്മള് കാരണം അതായത് ഗർഭചിത്രത്തെ പോലെ ഈ ഒരു കോൺട്രാസെപ്ഷൻ ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന്, മാരകഭാവമാണെന്ന് പലർക്കും അറിയില്ല, ചിന്തിക്കുന്നില്ല. അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയി പഠിപ്പിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു കൊടുത്താലേ പലർക്കും അറിയുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ഒരാൾക്ക് ബോധ്യം അയാളുടെ ജീവിതത്തിൽ അയാൾ ഇതിനെക്കുറിച്ച് കേട്ടിട്ടേ ഇല്ല എന്ന് പറയും. അപ്പോൾ അത് വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഇവർ ചെയ്യുന്നത്, ഇവർക്ക് അവരുടെ മൂത്ത മോൻ ഇല്ലേ മൂത്ത മോള് കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല, രണ്ടാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഉള്ള ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പോഴും ഒക്കത്തൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ നടക്കുക. അതെ, 7 വയസ്സായി, ഇപ്പോഴും ഒക്കത്തെടുത്തിട്ടാണ് നടക്കുക. ഇപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ പാപ്പേ, കുഞ്ഞ്, വാവേ എന്ന് പറഞ്ഞ് അവളെ ഈ പാമ്പർ ചെയ്ത്, ഒരു 2 വയസ്സുള്ള കുട്ടിയുടെ, അപ്പോൾ ആ കുട്ടിയെ 2 വയസ്സുള്ള ഒരു കുട്ടിയെ ഡീൽ ചെയ്യുന്ന പോലെയാണ് ഈ മാതാപിതാക്കളായിക്കോട്ടെ, ഈ ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ ഡീൽ ചെയ്യുന്നത്. അവളുടെ മാനസികമായിട്ടുള്ള വളർച്ച, അത് ചിലപ്പോൾ ഇംഗ്ലീഷൊക്കെ നന്നായി സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും, കഥാപ്രസംഗം, കായികം ഇതിലൊക്കെ മിടുക്കത്തായിട്ടുള്ള ആളായിരിക്കും. പക്ഷേ അവർക്ക് ദൈവത്തിൻ്റെ മേഖലയുള്ള ബോധ്യം അവർക്കുണ്ടോ? നാളെ ഈ കുഞ്ഞ് അടുത്ത കുഞ്ഞുങ്ങളെ സ്വീകരിക്കുമോ? എന്നാൽ അവൾക്ക് ഒരു സഹോദരനോ സഹോദരിയോ ഇല്ലാതെ അവൾ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൾ തനിച്ചാണ് വീട്ടിലുള്ളത്. അപ്പോൾ അപ്പനും അമ്മയും ബിസി ആയിട്ടുള്ള തിരക്ക് പിടിച്ച ജോലിയിലുള്ളവരാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ നിങ്ങൾ പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ കർത്താവ് ഇടപെടും. നിങ്ങളുടെ മകന് ഈ ബോധ്യം, കറക്റ്റായിട്ടുള്ള ബോധ്യം കിട്ടും, ഒരു കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് അവർ അതിനു വേണ്ടി ഒരുങ്ങും. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. മരുമോളുടെ അപ്പനും അമ്മയും ഇത് പാപം ചെയ്തവരാണെന്നുണ്ടെങ്കിൽ മരുമോൾക്ക് ബോധ്യം കിട്ടിയാലേ മരുമോൾ ഇതിന് തയ്യാറാവും. അതിന് അവര് പരിഹാരം ചെയ്യണം. അപ്പം ഞാൻ ചോദിച്ചു, അപ്പം ഈ പരിഹാരം എന്നുള്ളത് എന്ത് ഇൻറ്റൻസിറ്റിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്? കാരണം ഇത് ചില്ലറ കാര്യമല്ലല്ലോ, ഗർഭചിത്രം പോലെ തന്നെയുള്ള ഒരു മാരകഭാവമാണല്ലോ. അപ്പം പരിഹാരത്തിൻ്റെ രീതി എങ്ങനെയാണ്? പരിഹാരം നമ്മൾ ബൈബിളിൽ നോക്കുമ്പോൾ ഏറ്റവും മികച്ച പരിഹാരങ്ങളിലൊന്നായിട്ട് സൗരന് തോന്നിയിട്ടുള്ള ഒരു പരിഹാരമാണ് പുതിയ നിയമത്തിലാണെങ്കിൽ സക്കേവൂസിൻ്റെ പരിഹാരം. സക്കേവൂസ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക മേഖലയിലാണ് സക്കേവൂസിൻ്റെ പരിപാടി മുഴുവൻ. അപ്പോൾ സക്കേവൂസ് അതിനനുസരിച്ചുള്ള പരിഹാരമാണ് ചെയ്തത്. ഈശോ നമ്മൾ ബൈബിളിൽ സക്കേവൂസിനെ കുറച്ച് ഭാഗമേ കാണുന്നുള്ളൂ. പക്ഷേ സക്കേവൂസിൻ്റെ വീട്ടിൽ ഈശോ പോയ ഉടനെ സക്കേവൂസ് അതിൻ്റെ പരിഹാരം പറയുകയാണ്. ഞാൻ ദരിദ്രർക്ക് അവരുടെ എൻ്റെ സ്വത്തിൽ നിന്ന് പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആദ്യത്തെ വെടി സക്കേവൂസ് പൊട്ടിക്കുകയാണ്. രണ്ടാമത് സക്കേവൂസ് പറയുകയാണ്, എൻ്റെ സ്വത്തിൽ നിന്ന് വഞ്ചിച്ചെടുത്താൽ ഒരു രൂപ ഞാൻ വഞ്ചിച്ചെടുത്താൽ 4 രൂപ ഞാൻ അവർക്ക് കൊടുക്കുകയാണ്, 4 ഇരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഈശോ പറയാണ്, ഈ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു. നേരത്തെ ഈശോ പറഞ്ഞത് എവിടെ പോകണമെന്നാണ് പറഞ്ഞത് സക്കേവൂസിൻ്റെ അടുത്ത്? ഇന്ന് എനിക്കിതിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു.
ഈ പരിഹാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോ ഭവനമായി പറഞ്ഞ വീട് ഭവനമായി മാറി. ഭവനത്തിന് വരിക എന്ന് പറഞ്ഞാൽ ഇനി സക്കേവൂസിൻ്റെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ആർക്കും ഇതിൻ്റെ സക്കേവൂസ് ചെയ്ത ഒരു പാപത്തിൻ്റെയും കെട്ടുപോകുന്നില്ല. സക്കേവൂസ് പണത്തിൻ്റെ മേലാണ് ചെയ്തത്. അപ്പോൾ ജീവൻ്റെ മേൽ പാപം ചെയ്യുന്നവർക്ക് ഏത് മേഖലയിലാണ് അവർ പരിഹാരം ചെയ്യേണ്ടത്? അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ പരിഹാരം ചെയ്യണം. പോരാത്തതിന് ജീവൻ്റെ മേഖലയിൽ അവർ പരിഹാരം ചെയ്യണം. അപ്പോൾ ആദ്യത്തെ പരിഹാരം, എല്ലാത്തിനുമുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പരിഹാരം എന്താണ്? എല്ലാത്തിനുമുള്ള ഏറ്റവും ബെസ്റ്റ് പരിഹാരം പരിശുദ്ധ കുർബാന അർപ്പിക്കുക. നമ്മൾ എന്തുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഈശോയാണ്. ഗോഡ് ഈസ് ഓഫറിങ് ഗോഡ് ഫോർ ഗോഡ് എന്നാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുക. ദൈവത്തിന് വേണ്ടി ദൈവത്തിനായി അർപ്പിക്കുന്നതാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര എഫക്റ്റീവ്? നമ്മുടെ പ്രാർത്ഥനയും പരിശുദ്ധ കുർബാനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ വിശുദ്ധിയെ സംബന്ധിച്ച് ആണ്. വിശുദ്ധ ജർത്രൂദ് ദ ഗ്രേറ്റ് പുണ്യവതി പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വിശുദ്ധി എന്താണോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുക. ഇപ്പോൾ സൗരം പഠിക്കാൻ പോന്നു, ഒരു 70 മാർക്കിനുള്ളത് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 70 മാർക്ക് കിട്ടും. 30 മാർക്കിനുള്ളത് നമ്മൾ 30% അടുത്തേ പഠിച്ചുള്ളൂ എങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കേ കിട്ടുള്ളൂ. പക്ഷേ ഈശോ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ആരാണ്? വൈദികനാണെങ്കിൽ ഈശോയാണ് അവിടെ അർപ്പിക്കുന്നത്. 100% മാർക്ക്. പിന്നെ പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കപ്പെടുന്നത് എന്താണ്? ഈശോയുടെ തിരുരക്തമാണ്. ലോകത്തിലെ സകല പാപങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? തിരുരക്തമാണ്. തിരുരക്തം ചിന്തയുള്ള പ്രാർത്ഥനയാണ്. ശുദ്ധീനാത്മാക്കൾ പോലും യാചിക്കുന്നത് ഈശോയുടെ തിരുരക്തമാണ്. എന്തുകൊണ്ടാണ് ശുദ്ധീനാത്മാക്കൾ വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു 5 മാസം അർപ്പിക്കാവോ, ഞങ്ങൾക്ക് വേണ്ടി ഒരു 3 മാസം അർപ്പിക്കാവോ, 10 മാസം അർപ്പിക്കാവോ എന്ന് ചോദിക്കുന്നത്? അവർ വേറൊന്നും പറയുന്നില്ലല്ലോ. അവർ പറയുന്നത് ഇതാണ്. അത് പറയുന്നത് എന്തുകൊണ്ടാണ്? തിരുരക്തം കൊണ്ടാണ് അവരുടെ പാപക്കറ കഴുകി വിശദീകരിക്കപ്പെടുക. അപ്പോൾ ചേട്ടാ പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറഞ്ഞു. ഈശോ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മളതിനെ റിസീവ് ചെയ്താൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചിലപ്പം ചില വേദന ഉണ്ടാവും. ഞങ്ങൾക്കിനി കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ പറ്റത്തില്ല. അപ്പം അവർ ഈ പരിശുദ്ധ കുർബാനയെ ഏത് രീതിയിലാണ് അവർ പരിഹാരമായിട്ട് അവർ ചെയ്യേണ്ടത്? പരിശുദ്ധ കുർബാന നമുക്ക് പല രീതിയിൽ നമ്മൾ അർപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണയായി പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുത്ത് പള്ളിയിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അർപ്പിക്കുന്ന രീതി. രണ്ടാമത്തെ ഗ്രിഗോറിയൻ മാസ്, മരിച്ചുപോയ ആത്മാക്കൾക്ക്, മരിച്ചുപോയ ഒരു പ്രത്യേക വ്യക്തിക്ക് വേണ്ടി 30 ദിവസം തുടർച്ചയായിട്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുക. ഗ്രിഗോറിയൻ ഫാമിലി ട്രീ മാസ് നമ്മുടെ കുടുംബ വൃക്ഷത്തിന്, കുടുംബശാഖകൾക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ ഫാമിലി ട്രീക്ക് കൊടുക്കുക. അപ്പോൾ അപ്പൻ്റെ കുടുംബത്തിലുള്ള 7 തലമുറ വരെ അവർ വൈദികർ പ്രാർത്ഥിക്കും അതിൽ മരിച്ചുപോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ, പിന്നെ 2 പേരെയും ചേർത്തി കൊടുക്കാൻ ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് 2 പേരെയും കൊടുത്ത് കഴിഞ്ഞാൽ വൈദികൻ 2 പേരുടെ കുടുംബവും വെച്ച് ചൊല്ലും. അടുത്തത് ഈ പറഞ്ഞ ഈ അബോർഷൻ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അബോർഷൻ വന്നില്ല, കോൺട്രാസെപ്ഷൻ ആയതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളെ സ്വീകരിച്ചില്ല. അപ്പോൾ അവർ ചെയ്യേണ്ട ഒരു കാര്യം, അബോർട്ടഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ സാൽവേഷന് വേണ്ടിയിട്ട്, അവരുടെ മോക്ഷത്തിന്, രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരു 30 ദിവസമൊക്കെ തുടർച്ചയായിട്ട് കൊടുക്കുക. അതിൽ പൈസയൊന്നും നോക്കണ്ട, സാമ്പത്തികമായിട്ടൊന്നും നോക്കണ്ട. ഇല്ലെങ്കിൽ അൺബോൺ ബേബീസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ഉദരത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, അതായത് ഇന്ന് കുഞ്ഞുങ്ങളൊന്നും ലോകത്തില് ആരൊക്കെയോ ഗർഭിണികളാണ്, അവരെ നമ്മൾ സ്പിരിച്വലി അഡോപ്റ്റ് ചെയ്തിട്ട് അവരുടെ പ്രൊട്ടക്ഷൻ. ഇപ്പോൾ ആ കുഞ്ഞ് അബോർഷൻ ചെയ്യാൻ, ഇപ്പോൾ അവർ അബോർഷൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവരതൊന്ന് പിന്മാറാൻ വേണ്ടി, അതല്ലെങ്കിൽ ആ കുഞ്ഞിപ്പോൾ അവർ യാത്രകളിലും മറ്റുമൊക്കെ ഒരുപാട് വരുന്നത്തെ കാലത്ത് എല്ലാവരും ജോലിക്കും ഇതിനൊക്കെ പോകുമ്പോൾ പലർക്കും കുഞ്ഞുങ്ങളെയൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. യാത്രാ പ്രശ്നങ്ങൾ, റോഡിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ വെച്ചിട്ട്, അതേപോലെ വഴിക്ക് വീഴ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുഞ്ഞിനൊരു സംരക്ഷണം ലഭിക്കാൻ വേണ്ടി, ഒരു ആപത്തും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അൺബോൺ ബേബീസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഏറ്റവും വലിയത് നമ്മുടെ വാഴ്ത്തപ്പെട്ട ഫുൾട്ടൻ ജെ ഷെൻ പുണ്യവാൻ ആർച്ച് ബിഷപ്പാണ്, അമേരിക്കയിലുള്ള. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സ്പിരിച്വലി കുഞ്ഞുങ്ങളെ ദത്തെടുക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു ചെറിയൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ദത്തെടുക്കുമ്പോൾ 9 months നമ്മളെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന 9 months. അപ്പൊ ഞാൻ നമുക്ക് അറിഞ്ഞൂടാ ഏത് കുഞ്ഞാന്ന് നമുക്ക് അറിഞ്ഞൂടാ. സ്വർഗ്ഗത്തിലെത്തിയാൽ മാത്രമേ. ചിലപ്പോൾ ആഫ്രിക്കയിലെ ഏതെങ്കിലും കുഞ്ഞായിരിക്കും, അബോർഷന് പോകുന്ന ഒരു കുഞ്ഞിനെ ആയിരിക്കും നമ്മുടെ പ്രാർത്ഥന വഴി ദൈവം രക്ഷിക്കുന്നത്. ഇതൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ല, നമ്മൾ അറിയുന്നില്ല. സ്വർഗ്ഗത്തിൽ പിന്നെ നമ്മൾ അത്രയും വിശുദ്ധരാണെങ്കിൽ നമുക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തും. നമുക്ക് അത്ര വിശുദ്ധി ഇല്ലല്ലോ. അപ്പോൾ
നമ്മൾ ഇപ്പം ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10 കുഞ്ഞുങ്ങളെയാണ് ദത്തെടുത്തിരിക്കുന്നത്. ഈ ചെറിയ പ്രാർത്ഥന 10 പ്രാവശ്യം ചൊല്ലും 9 മാസത്തേക്ക്. 9 മാസം തുടർച്ചയായിട്ട്. അത് കഴിഞ്ഞ് അടുത്ത ബാച്ച്, അത് കഴിഞ്ഞ് അടുത്തത് കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലും. അപ്പോൾ ഞാൻ വേറെ എന്ത് പ്രാർത്ഥനയ്ക്ക് എൻ്റെ അബദ്ധത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ഇതിനെ ഞാൻ ഒരു കോംപ്രമൈസും വരുത്തില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം പോലും ഈ കുഞ്ഞുങ്ങൾക്ക് രക്ഷ ലഭിക്കാതെ വരരുത്. കാരണം കുഞ്ഞുങ്ങളെയാണ്, നമ്മൾ ജീവനെയാണ് ഇതാവുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വർഗത്തിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ ഇല്ലല്ലോ, ഒരുപാട് പേര് നമ്മളെ റിസീവ് ചെയ്യാനൊക്കെ വരും.